നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് തിയറി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഡിമാൻഡ് തിയറി എന്നൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അതായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. നമ്മള് ഇന്നലെ വരെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അതായത് ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത്രയും ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കും. വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ റിയൽ വേൾഡിൽ നമുക്കറിയാം ഈ ഫാക്ടേഴ്സ് മാത്രമല്ല, മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഈ പറയുന്ന ഡിമാൻഡിനെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. മറ്റ് ഫാക്ടേഴ്സും ഡിമാൻഡിനെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആ ഗുഡ് നേരത്തെ മേടിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ ഒരു ഗുഡ് ഉണ്ട്, ആ ഗുഡ് നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ പ്രോഡക്റ്റ് ഇപ്പൊ മേടിക്കണോ വേണ്ടയോ എന്നുള്ളതിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ സെക്കൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ചേഞ്ച് ഇൻ ഇൻകം, അതായത് പഴയതിനെ അപേക്ഷിച്ച് നമുക്ക് ഈ പറയുന്ന ഇൻകം കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യതയുണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറഞ്ഞത്, അതായത് പ്രീവിയസ് ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇൻകത്തിലെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ഡിമാൻഡിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആ പ്രോഡക്റ്റിന്റെ പ്രൈസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്ന പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രൈസസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതും നമ്മളുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്ത് അതുമായിട്ട് ഹാബിച്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചില പ്രോഡക്ട്സ് ഉണ്ട്, നമ്മളത് കൺസ്യൂം ചെയ്ത് നമ്മളത് ഹാബിച്വൽ ആവും, ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാണ്ട് ഇനി പറ്റാണ്ട് വരുന്ന ഒരു അവസ്ഥ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡിമാൻഡിനെ അത് അഫക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ഡിമാൻഡ് തിയറിയിൽ പറയുന്നത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്: പ്രൈസ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസ് ആൻഡ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ അല്ലാതെ മറ്റ് ഫാക്ടേഴ്സും നമ്മളെ ഈ പറയുന്ന ഡിമാൻഡിനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഐഡിയ ആണ് ഈ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഡിമാൻഡ് തിയറിയിൽ ബേസിക്കലി പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേരിയസ് മോഡൽസ് ഉണ്ട്. വേരിയസ് മോഡൽസിന്റെ അകത്ത് നമ്മളുടെ സിലബസിൽ തന്നിരിക്കുന്ന മോഡൽസ് എന്ന് പറയുന്നത്, ഒന്ന് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുല പോലത്തെ ഒരു ഫംഗ്ഷനാണ്. അതൊന്ന്. രണ്ട്, ഈ പറയുന്ന ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. മൂന്ന്, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു മോഡൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇന്റർടെമ്പറൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഫിഷറിന്റെ. അപ്പൊ ഈ 4 മോഡൽസ് ആണ് നമുക്ക് ഈ പറയുന്ന റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഡിമാൻഡ് തിയറിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സിലബസിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ആദ്യം ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ ഹെഡിങ് എഴുതിക്കോ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ മലയാളം? പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയത് എന്നുള്ളതല്ലേ പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞൊരു അർത്ഥം? സെക്കൻഡ്,
ഇവിടെയും എന്താ പുതിയതെന്നുള്ളതല്ല, പ്രാഗ്മാറ്റിക്. സെൻസിബിളി റിയലിസ്റ്റിക്കലി, അതാണ് അതിന്റെ അർത്ഥം. ഇവിടെയും റിയൽ ആയിട്ടുള്ള, റിയൽ വേൾഡിനോട് ക്ലോസ് ആയിട്ടുള്ള ഐഡിയ എന്നുള്ളതാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ അർത്ഥം. പ്രാഗ്മാറ്റിക്, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിക് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ആദ്യത്തെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ, ഞാൻ ആ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ ഒന്ന് എഴുതാം ആദ്യം, അത് കഴിഞ്ഞതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ്, ക്യൂ എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ്. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ബി സീറോ അല്ലെങ്കിൽ ബീറ്റ സീറോ എന്ന് പറയുകയാണെങ്കിൽ പ്രൈസ് ഓഫ് എക്സ് ബീറ്റ വൺ ടി സീറോ ബീറ്റ ടു ഇൻറ്റു ഇൻകം ബീറ്റ ത്രീ ഇൻറ്റു ഇ ബീറ്റ ഫോർ ടി. ഇതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ബീറ്റ സീറോ ഇൻറ്റു പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു ബീറ്റ വൺ ഇൻറ്റു പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് ഇൻറ്റു ബീറ്റ ടു, y എന്ന് പറയുന്നത് ഇൻകം ഇൻറ്റു ബീറ്റ ത്രീ ഇൻറ്റു ഇ ബീറ്റ ഫോർ ടി. ഇനി ബി സീറോ എന്ന് പറയുന്നത് ഒരു ഇന്റർസെപ്റ്റ് ഡിമാൻഡാണ്, അതായത് നമ്മൾ ഈ പറയുന്ന മിനിമം ഒരു ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുമല്ലോ, അതിനെയാണ് നമ്മൾ ഈ ബി സീറോ ഇന്റർസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എക്സ്, അതായത് ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ്, ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എക്സ് ആണ്. അത് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റ വൺ കാണിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഓക്കെ, ബീറ്റ വൺ കാണിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇവിടെ എന്തെന്നാ ഹെഡിങ്, എന്തെന്നാ തിയറിയുടെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ ഇലാസ്റ്റിസിറ്റി എന്ന് ഒരു ഫാക്ടർ ഈ പറയുന്ന ഡിമാൻഡ് തിയറിയിൽ വരുന്നതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബീറ്റ വൺ എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ പ്രൈസ്, ബീറ്റ വൺ എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി ബീറ്റ ടു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, അല്ലെങ്കിൽ ബി ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രോസ് ഇലാസ്റ്റിസിറ്റി. കാരണം പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അതർ ഗുഡ്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സ് ആയിരിക്കും. റിലേറ്റഡ് ഗുഡ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പൊ ബി ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രോസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ബീറ്റ ത്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻകം ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ബീറ്റ ത്രീ എന്ന് പറഞ്ഞാൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഇനി ഈ ബി ഫോർ ടി എന്ന് പറയുന്നത് ട്രെൻഡ് ആണ്, അതായത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ, ഡിമാൻഡ് കർവിൽ എന്തോരം ചേഞ്ചസ് വേരിയസ് ടൈം ലൈൻസിൽ, അതായത് ടൈം പ്രോഗ്രസ് ചെയ്യാൻ നേരത്തെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ ഡിമാൻഡ് കർവിനെ എന്തോരം ബാധിക്കും എന്നുള്ളതാണ് ഈ ബീറ്റ ഫോർ കാണിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബി ഫോർ കാണിക്കുന്നത്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽസ് ആണ്. എക്സ്പോണൻഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ കേസിൽ ഈ ബി വണ്ണും ബി ടുവും ബി ത്രീയും ബി ഫോറും കാണിക്കുന്നത്, ബി വൺ കാണിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ബി ടു കാണിക്കുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ബി ത്രീ കാണിക്കുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ബി ഫോർ കാണിക്കുന്നത് അതായത് ചേഞ്ച് വരാൻ നേരത്തെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ചേഞ്ച് വരാൻ നേരത്തെ ഡിമാൻഡ് കർവിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ്, അതിന്റെ റെസ്പോൺസീവ്നെസ് ആണ് ബി ഫോർ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കാൻ നേരത്ത് ഈ ബി വൺ എന്ന് പറയുന്നത് ഓൾറെഡി അതിന്റെ സൈൻ എന്തായിരിക്കും? ബി വണ്ണിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. കാരണം എന്താ? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ബേസിക്കലി പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മൾ ബേസിക്കലി പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിക്കാൻ നേരത്തെ നമ്മൾ ആ അബ്സല്യൂട്ട് വാല്യൂ മാത്രമാണ് നോക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ സൈൻ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് ബേസിക്കലി. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ബേസിക്കലി പറയാറില്ലേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്, ന്യൂമറേറ്റർ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂമറേറ്റർ കുറയാൻ നേരത്ത് ബേസിക്കലി സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സാധാരണ ഇതിൽ നെഗറ്റീവ് ആണ്, സൈൻ നെഗറ്റീവ് ആണ്. പക്ഷെ മിക്കവാറും നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ മാത്രമാണ് എക്കോണമിസ്റ്റുകൾ എടുക്കാറുള്ളത്.
അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്തൊന്നും അതിന്റെ സൈൻ പറയാണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ നേരത്ത് ബേസിക്കലി നമുക്ക് പറയാം B1ന്റെ സൈൻ എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ എക്സ്പോണന്റ് ആണെങ്കിൽ ബേസിക്കലി അത് നെഗറ്റീവ് ആണെന്ന് പറയാം. അപ്പൊ B1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി B2 എന്തായിരിക്കും? ആ, B2 എന്ന് പറയുന്നത് വെരി ഗുഡ്. അത് ഈ പറയുന്ന പോസിറ്റീവും ആവാം അല്ലെങ്കിൽ നെഗറ്റീവും ആവാം. എന്തുകൊണ്ട് എപ്പോഴായിരിക്കും പോസിറ്റീവ് ആവുന്നത്? ആ, അതായത് B2ന്റെ വാല്യൂ ഈ പറയുന്ന പോസിറ്റീവ് ആവും എപ്പോ? പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, അതായത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. ക്രോസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആവുന്ന എപ്പോഴാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ പറഞ്ഞു നെഗറ്റീവ് ആവാന്ന് പറഞ്ഞു, അതും ശരിയാണ്. നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? അല്ല, ഒറ്റ പോസിറ്റീവ് ആവുന്നത് പ്രൈസ് ഓഫ് ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. കോംപ്ലിമെന്റ്സിന്റെ കേസിൽ അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇൻകം B3 എന്ന് പറയുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ B3 എന്ന് പറയുന്നതിന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എപ്പോ? നോർമൽ ഗുഡാണ്. നോർമൽ ഗുഡ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ് ആണെങ്കിലും അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ B3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എപ്പോ? ഇൻഫീരിയർ ഗുഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ഒരു കാര്യം കൂടെ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? B1, B2, B3, B4ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ഇതിന്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. എന്തെന്നാ പറയുന്നത്? ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ് ബേസിക്കലി ഈ ഐഡിയ അസ്യൂം ചെയ്യുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സാധനങ്ങളും നമുക്ക് ഈ പറയുന്ന, നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാത്ത സാധനങ്ങളായിരിക്കുമേ. പക്ഷെ കേൾക്കാത്ത സാധനങ്ങളാണെങ്കിലും ഈ എറ്റിമോളജി എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. എറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വേർഡ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഡൈനാമിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡ്, ചേഞ്ച് ചെയ്യുന്ന ഡിമാൻഡ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തോ ഒരു സാധനം അതിനെ ലാഗ് ചെയ്യിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് മാറാൻ അനുവദിക്കുന്നില്ല, ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരേ രീതിയിൽ മാറുന്നത് എന്നൊക്കെ അർത്ഥമാക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ആ വേർഡ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാ തിയറീസും ഈ പറയുന്ന നമ്മൾ ക്ലാസ്സിൽ കേട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഞാൻ പല ക്ലാസ്സിലും പറയാറുണ്ട് രസകരമായിട്ട്. ഇപ്പോ കിഴക്കമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ ഇവിടുന്ന് ആലുവ പോകുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് കിഴക്കമ്പലം. എന്തുകൊണ്ടായിരിക്കും കിഴക്കമ്പലം എന്ന് പേര് വന്നത്? വശത്തൊരു അമ്പലമുണ്ട്, അതുകൊണ്ടാണ് കിഴക്കമ്പലം എന്നുള്ളത് പേര് വന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. എന്റെ സ്ഥലത്തിന്റെ പേര്, ഇനി അത് വേണ്ട, അല്ല എന്റെ സ്ഥലത്തിന്റെ പേര് വേണ്ട, കാക്കനാട് എന്തുകൊണ്ടാണ് കാക്കനാട് എന്ന് പേര് വന്നേരം? പണ്ട് കാക്കയ്ക്ക് പോലും വേണ്ട സ്ഥലമായിരുന്നു, അതുകൊണ്ടാണ് കാക്കനാട് എന്ന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത്, എപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല, ചില സമയത്ത് നമുക്കത് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ പേര് കാണുമ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കോളാനാണ് മനസ്സ് പറയുന്നത്, ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ ചില സമയത്ത് ഇപ്പൊ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ, ഇനി കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വീണ്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും ബേസിക്കലി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ സാധനം അറിഞ്ഞില്ലെങ്കിലും ആ വേർഡ് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചു എന്നിരിക്കും. അപ്പൊ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്, ഒന്ന് നോക്കുക. ഓക്കെ, എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ B4T ആണ്. B4T എന്ന് പറയുന്നത് ടൈം ട്രെൻഡ് ആണ്. ടൈം ട്രെൻഡ്, അതായത് ഇറ്റ് ക്യാപ്ചേഴ്സ്
captures how demand shifts over time due to taste and preferences, due to change in taste and preferences. ഓക്കെ, അപ്പോൾ ഈ B4T കാണിക്കുന്ന ടൈം ട്രെൻഡ് ആണ്. നമുക്കത് ഒന്നും കൂടെ വീണ്ടും എഴുതാം. പക്ഷേ ഓക്കെ, നിങ്ങൾ ഇത് എഴുതിയായിരുന്നോ? ഈ സാധനം എഴുതിയോ? എഴുതിയത് അതൊന്ന് എഴുതിക്കേ. അപ്പൊ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷനിൽ Qx is equal to B0 into price of X beta 1 P0 beta 2 Y beta 3 E beta 4 T. Okay. ഇനി Qx എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ്. Qx എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ്. B0 represent baseline demand. Px is the price of X. P0 is the price of other goods. അതായത് price of related goods. Y എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കഴിഞ്ഞ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് കേൾക്കാൻ നേരത്ത്, പക്ഷെ ശരിയായിക്കോളൂ അത്. Y എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അവസാനത്തത് E beta 4T എന്ന് പറയുന്നത് ടൈം ട്രെൻഡ്. This captures how demand shifts over time due to change in taste and preferences. അടുത്ത ലൈനിൽ എഴുതിക്കോ. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ B1 B2 B3 B4 അല്ലെങ്കിൽ B1 B2 B3 B4. ഓക്കെ, അതിനാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. എക്സ്പോണൻസ് എന്താ കാണിക്കുന്നത്? ബേസിക്കലി ഇലാസ്റ്റിസിറ്റീസ്. എക്സ്പോണൻസ് ആർ ബേസിക്കലി ഇലാസ്റ്റിസിറ്റീസ്. അതെന്താണ് നമ്മളുടെ ഇക്വേഷൻ പറയുന്നത്? ദേ റിമെയിൻ കോൺസ്റ്റന്റ് regardless of change in price or income levels. Y എന്ന് പറയുന്നത് ഇൻകം ആണ് കാണിക്കുന്നത്. പ്രൈസ് ഓർ ഇൻകം ലെവൽസ്.
regardless of change in price or income levels. Okay. അടുത്തത് B1. B1 is the own price elasticity. B1 is the own price elasticity. B1 is the own price elasticity. And expected sign is എന്താ? Negative. Negative. Sign is negative. Okay. B2 is cross elasticity. B2 is cross elasticity. Positive for substitutes and negative for complements. Okay, അടുത്തത് B3. Income elasticity. Income elasticity. Positive ആണെങ്കിൽ the good is normal good. If income elasticity is positive, the good is normal. If it is negative, the good is inferior. Okay, അടുത്ത എഴുതിക്കോ E beta 4T. E B4T അല്ലെങ്കിൽ ടൈം ട്രെൻഡ്. Time trend. It represents continuous growth rate. It represents continuous growth rate. B4 represents change in demand due to change in taste and preferences or population growth. Taste and preference ഉണ്ട്, population growth എടുക്കാവേ. Population growth regardless of price change. Regardless of price change. അതായത് ഇപ്പൊ ആ β4 ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വാല്യൂ എന്ന് പറയുന്നത് 0.04 ആണെന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് എല്ലാ വർഷവും ഈ പറയുന്ന 4% ആ ടൈം പീരീഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, റിഗാർഡ്ലെസ് ഓഫ് പ്രൈസ് ചേഞ്ച്. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ആ നാച്ചുറൽ ടൈം ട്രെൻഡ് എന്ന് പറയുന്ന സാധനത്തിന്റെ അകത്ത് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 0.04 അല്ലെങ്കിൽ 4% കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ β4ന്റെ വാല്യൂ അനുസരിച്ച് ഈ പറയുന്ന ഡിമാൻഡിൽ മാറ്റങ്ങൾ വരാം. ഇവിടെ 0.04 എന്ന് പറഞ്ഞാൽ 4% പെർ ഇയർ. ഇനി ഈ പറയുന്ന 4 എന്നാണ് കാണിക്കണമെങ്കിൽ അതിന്റെ 0.4 എന്നാണെങ്കിൽ 40% ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ β4 ബേസിക്കലി കാണിക്കുന്നത് ടൈമിനനുസരിച്ച് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഡിമാൻഡ് കർവിൽ എന്തോരം മാറ്റം വരുന്നു എന്നുള്ളതാണ് B4 വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, താഴെ ഒരു കാര്യം കൂടി എഴുതിക്കോ. In simple terms, the demand function says
ഡിമാൻഡ് ഡിപ്പെൻസ് ഓൺ പ്രൈസ്. Other prices, income and taste and preference, അല്ലെങ്കിൽ income and taste and preferences over a period of time. Income, taste and preferences over a period of time, and the percentage response, and the percentage response, and the percentage response. Full stop. Bracket elasticity to each factor. That is percentage response depending upon the elasticities to each factor. To each factor. Okay. അപ്പോൾ നിങ്ങളോടൊരു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി അതിന്റെ അതിന്റെ ആ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അതായത് ആ എക്സ്പോണൻസ് ഉണ്ടല്ലോ, ആ എക്സ്പോണൻസ് ഈ പറയുന്ന വേറെ രീതിയിൽ എഴുതാവേ എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇപ്പോ B1 പകരം C1 എന്നായിരിക്കും, B2 പകരം C2 എന്നായിരിക്കും, B3 പകരം C3 എന്നായിരിക്കും, അല്ലെങ്കിൽ Γ1, Γ2, Γ3, Γ4 എന്നായിരിക്കും, ലാംഡ ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ആവാമേ. ആ സൈൻ എക്സ്പോണന്റിന്റെ സൈൻ അവർ ഇട്ട് തന്നിരിക്കുന്നത് ഫോർമുലയിൽ. അവർ ഏത് ബുക്കിൽ നിന്നാണ് അത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അതിനനുസരിക്കും അതിന്റെ ആ എക്സ്പോണന്റിന്റെ സൈൻ എന്ന് പറയുന്നത്. B1, B2, B3 എന്ന് ആവണമെന്നില്ല. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊക്കെ ഓരോ ഇലാസ്റ്റിസിറ്റീസ് ആണ് കാണിക്കുന്നത്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിറ്റി ആയിരിക്കും, രണ്ട് ഈ പറയുന്ന ക്രോസ് ഇലാസ്റ്റിറ്റി ആയിരിക്കും, ഇൻകം ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഇനി ഈ പറയുന്ന ആ ടൈം ട്രെൻഡിൽ മാറ്റം വരുമ്പോൾ ഈ പറയുന്ന പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വരാൻ നേരത്ത് ഡിമാൻഡ് കർവിൽ എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളതായിരിക്കും B4 കാണിക്കുന്നത്. ഓക്കെ. അപ്പോ അത് എന്ത് എക്സ്പോണൻസിന്റെ അവിടുത്തെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ വാല്യൂ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. C1 ആയിരിക്കാം, C2 ആയിരിക്കാം, C3 ആയിരിക്കാം, B1 ആയിരിക്കും, B2 ആയിരിക്കാം, B3 ആയിരിക്കാം. പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റീസ് ആണെന്നൊന്ന് ഓർത്തിരിക്കണം. അതും ഇലാസ്റ്റിസിറ്റീസ് ആണെന്ന് ഓർത്തിരുന്നാൽ മാത്രം പോരാ, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രൈസ് ചേഞ്ച് ചെയ്താലും ഇൻകം ചേഞ്ച് ചെയ്താലും ഇലാസ്റ്റിസിറ്റീസ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ. ഇലാസ്റ്റിസിറ്റി വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. എനിക്ക് ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. Dynamic version of demand function. Dynamic version of demand function, അല്ലെങ്കിൽ it is called as distributed lag model. Distributed lag model. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ. ഓക്കെ ആണോ? നിങ്ങൾ കഴിഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇനി ബേസിക്കലി ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് ഈ പറയുന്ന പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. സംശയമൊന്നുമില്ല, അത് ഇവിടെയും ശരി തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഈ പറയുന്ന ഡിമാൻഡ് പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അതായത് ഇപ്പോ പെട്രോളിന്റെ വില കൂടി, പെട്രോളിന്റെ വില കൂടാൻ നേരത്ത് ഡിമാൻഡ് കുറയും, പക്ഷെ ചിലപ്പോൾ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും കുറയുന്നത്. ചില ഗുഡ്സിന്റെ കേസിൽ നമുക്കത് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലാഗ് ഉണ്ട് മിക്കപ്പോഴും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഡൈനാമിക് വേർഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്, പല കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഡിമാൻഡ് ഈ പറയുന്ന പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ പെട്ടെന്ന് ഈ പറയുന്ന ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട്
അല്ലെങ്കിൽ ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് കാരണം പെട്ടെന്ന് ഈ പറയുന്ന അഡ്ജസ്റ്റഡ് ആവാൻ കാര്യമില്ല, അല്ലെങ്കിൽ ചില സമയത്ത് ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആവില്ല, ചില സമയത്ത് ലാഗ് ഉണ്ടാവാം, പയ്യെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ബേസിക്കലി ഈ വേർഷന്റെ ഒക്കെ ആ, ആ, എന്താ പറയാ, അന്തസത്ത അല്ല, അന്തസത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, ഇനി ഈ ഇപ്പൊ നമുക്കറിയാം ചില സമയത്ത് ചില പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആം, എന്താ പറയാ, ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതേപോലെ തന്നെ പ്രീവിയസ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന ആമസോണിൽ കയറാൻ നേരത്ത് ഒരു ബുക്ക് വാങ്ങാനാണെന്ന് വിചാരിക്കുക. ആ ബുക്ക് വാങ്ങാൻ നേരത്ത് ആ പ്രോഡക്റ്റിന്റെ പ്രീവിയസ് പ്രൈസ് എപ്പോഴെങ്കിലും നോക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? ഇല്ല. നോക്കാറുണ്ട്. അതായത് നമുക്കിപ്പൊ നല്ലൊരു ഓഫറിനാണോ ഇത് കിട്ടുന്നതെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആമസോണിന്റെ വെബ്സൈറ്റിൽ തന്നെ ഇപ്പൊ പ്രീവിയസ് പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 എന്താ പറയുക, ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ഹിസ്റ്ററി അറിയാൻ പറ്റും. ഇപ്പൊ ആ സാധനം വില കൂട്ടിയാണോ നിൽക്കുന്നത്, വില കുറഞ്ഞാണോ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആമസോണിൽ ഈ ഇടയ്ക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്തപ്പോൾ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് മാത്രമല്ല, ഇതിന് മുന്നേ ഉള്ള പ്രൈസും ഈ പറയുന്ന കൺസ്യൂമർ ആ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ സ്വാധീനിക്കും എന്നുള്ളതല്ലേ. നേരത്തേക്ക് ഇതിന് വേറൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് നമ്മൾ ക്രോമിൽ എക്സ്റ്റൻഷൻ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ പോയി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഈ പറയുന്ന ഏറ്റവും പ്രൈസ് ഇപ്പൊ കൂടി നിൽക്കുകയാണോ കുറഞ്ഞു നിൽക്കുകയാണോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആമസോൺ വെബ്സൈറ്റിൽ പോയാൽ മതി, അതിനകത്ത് പ്രൈസ് ഹിസ്റ്ററി കിടപ്പുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കുവാണെങ്കിൽ. അതിനർത്ഥം ഇപ്പൊ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് മാത്രമല്ല, പ്രീവിയസ് പ്രൈസും അതിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് പ്രീവിയസ് ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് ഇൻകം കൂടുകയാണെങ്കിൽ അത് ഡിമാൻഡിനെ കൂട്ടാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ഇൻകം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഡിമാൻഡിനെ കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ ഇൻകം മാത്രമല്ല, പ്രീവിയസ് ഇൻകം, ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നതും ഈ പറയുന്ന ഡിമാൻഡിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ചില പ്രോഡക്ട്സിന്റെ ഈ പറയുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ, ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പെട്ടെന്ന് നശിക്കാൻ സാധ്യതയില്ലാത്തത്, ഇപ്പൊ നമ്മളുടെ ടി വി, ഫ്രിഡ്ജ്, എയർ കണ്ടീഷണർ, ഇതിന്റെയൊക്കെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അത് എന്തോരം നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ. ഇപ്പൊ എന്റെ റൂമിൽ ഒരു എയർ കണ്ടീഷണർ ഉണ്ട്, ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ വീണ്ടും ഒരു എയർ കണ്ടീഷണർ മേടിക്കും. ഇച്ചിരി കൂടെ ഒന്ന് തണുത്തോട്ടെ എന്ന് ഞാൻ സാധാരണഗതിയിൽ വിചാരിക്കാൻ സാധ്യതയില്ലല്ലോ. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ഞാൻ ആ എയർ കണ്ടീഷണറിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. എൻ്റെ ഒരു എയർ കണ്ടീഷണർ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, പാസ്റ്റ് ഇയറിൽ ഞാനൊരു ഫ്രിഡ്ജ് മേടിച്ചായിരുന്നു. അപ്പൊ ആ പാസ്റ്റ് ഇയറിൽ ഞാൻ ഫ്രിഡ്ജ് മേടിച്ചു എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡിനെ സ്വാധീനിക്കില്ലേ? സ്വാധീനിക്കും. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എൻ്റെ പാസ്റ്റ് കൺസംഷനെയും കൂടെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ഓൾറെഡി ഒരു സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്, അപ്പൊ ഞാനത് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എൻ്റെ ഇപ്പോഴത്തെ കൺസംഷൻ എന്ന് പറയുന്നത് എൻ്റെ പാസ്റ്റ് കൺസംഷനെയും കൂടെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അത് രണ്ട് രീതിയിലാവാം. അത് ഈ പറയുന്ന പാസ്റ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ അതൊരു സ്റ്റോക്ക് ആയിട്ട് മാറും. ഇനി മറ്റ് ചില ഗുഡ്സിന്റെ കേസിൽ, അതായത് നമ്മളിപ്പോൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു ഗുഡ് ആണെന്ന് വിചാരിക്കുക, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അതായത് മുട്ട, പാല്, നല്ല മീൻ, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ നല്ല മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ മീനുകൾ. അതിപ്പോ പ്രോട്ടീൻ എന്നുള്ളതിലല്ല, ഈ പറയുന്ന അയാൾക്ക് അത്രയും ഇൻകം ഉണ്ട്, അയാൾ അത് കൺസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, മീറ്റ്, ആടിന്റെ ഇറച്ചി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കഴിച്ചു ഇപ്പൊ കിവി ഫ്രൂട്ട്, പോംഗ്രനേറ്റ്, ഇതൊക്കെയാണ് അയാളുടെ ഒരു ബേസിക് ഭക്ഷണം എന്ന് വിചാരിക്കുക. ബ്ലൂബെറി ഫ്രൂട്ട് ഇതുപോലെ തന്നെ. അപ്പൊ ഇങ്ങനെ കൺസ്യൂം ചെയ്ത ഒരാള് ഈ പറയുന്ന പെട്ടെന്ന് അയാളോട് ഇതൊന്നും കഴിക്കണ്ട അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഡിമാൻഡ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഒരു പാസ്റ്റ് ബിഹേവിയർ ഉണ്ട് അയാൾക്ക്, ഒരു പാസ്റ്റ് കൺസംഷൻ ഹാബിറ്റ് ഉണ്ട്. ആ ഹാബിറ്റിലുള്ള ഒരാളോട് ഈ പറഞ്ഞ, അത് വേണമെങ്കിൽ സ്മോക്കിങ്ങോ ലിക്കറോ തന്നെ ആവണമെന്നില്ല, നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇതൊന്നും കഴിക്കണ്ട, ഇതിന്റെയൊക്കെ കൺസംഷൻ പെട്ടെന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മളുടെ പാസ്റ്റ് ഹാബിറ്റ്സും ഈ പറയുന്ന നമ്മളുടെ പ്രസന്റ് കൺസംഷനെ സ്വാധീനിക്കും. അപ്പോൾ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് പ്രൈസിലെ വ്യതിയാനം വന്നാലും ചേഞ്ചസ് വന്നാലും കൂടിയാലും കുറഞ്ഞാലും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഈ പറയുന്ന കൺസ്യൂമേഴ്സ് ഡിമാൻഡ് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യതയില്ല. ചെറിയൊരു ലാഗ് ഉണ്ടാവും എപ്പോഴും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണ്. നമ്മളുടെ ഈ പാസ്റ്റ് കൺസംഷനൊക്കെ നമ്മൾ ഈ പറയുന്ന സ്വാധീനിക്കും. പെട്ടെന്ന് അങ്ങോട്ട് ഈ പറയുന്ന നമ്മളോട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന കുറയ്ക്കാൻ സാധ്യതയില്ല. അതായത് ഇപ്പോൾ വളരെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ ബെൻസ് കാറിലേക്കും അയാൾ സഞ്ചരിക്കുന്നത്, അയാൾ ഈ പറയുന്ന അയാളുടെ ഒരു എന്താ പറയാ വേ ഓഫ് ലിവിങ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, നമ്മളെ പോലെ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ സാധാരണ ഒരു തിയേറ്ററിൽ പോകാൻ നേരത്തെ ഒരു 200 രൂപയുടെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ലുലു മാളിൽ ഈ പറയുന്ന ആ റിക്ലൈനർ സീറ്റിൽ 600 രൂപ കൊടുത്തായിരിക്കും ഇരിക്കുന്നത്. ഇനി പെട്ടെന്ന് അയാൾ പാപ്പരായി പോവാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെട്ടെന്ന് അയാൾക്ക് ഈ പറയുന്ന ഇതൊന്നും വേണ്ടാണ്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത്? ആ കൺസംഷൻ ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ഇല്ല. തന്നെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. കാരണം അത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് അയാളുടെ തന്നെ ഹാബിറ്റ് ആയിരിക്കാം, മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കാം. അപ്പൊ നമ്മളുടെ ഇൻകം പെട്ടെന്ന് കുറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ഡിമാൻഡ് കുറയ്ക്കില്ല. അത് പാസ്റ്റ് ബിഹേവിയർ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോഡൽ പറയുന്നത് എന്താ, നിങ്ങൾ ആ വേർഡ് നോക്കി, ഡിസ്ട്രിബ്യൂട്ടഡ് ലാക്ക് മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡിൽ ഈ പറയുന്ന ചേഞ്ചസ് വരും, പക്ഷെ അത് ഇൻസ്റ്റന്റേനിയസ് ആയിക്കൊള്ളണമെന്നില്ല. എപ്പോഴും ഒരു ഹാബിച്വൽ ആയിട്ടുള്ള കൺസ്യൂമറിന് അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് ഈ പറയുന്ന പയ്യെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാക്ക് മോഡൽ പറയുന്നത്. ഇനി ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലാക്ക് മോഡൽ രണ്ട് തരമുണ്ട്. രണ്ട് തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരുപാട് എണ്ണം ഉണ്ടാവും, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ഈ പറയുന്ന നെർലോവിന്റെ മോഡലും രണ്ട് ഈ പറഞ്ഞ ഹുത്തേക്കറിന്റെ മോഡലും. ഓക്കെ, അത് ആ പേരെന്ന് പറയുന്നത് പല ആൾക്കാരും പല രീതിയിലേക്കും പഠിച്ചു വെച്ചിരിക്കുന്നത്. നെർലോവിന്റെ മോഡൽ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിലാണ്, ഹൗത്തേക്കറിന്റെ മോഡൽ എന്ന് പറയുന്നത് നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിലാണ്. നെർലോവിന്റെ മോഡൽ എക്സ്റ്റൻഷൻ ആണ് ഹൗത്തേക്കറിന്റെ മോഡൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കോ. ആദ്യം ഡൈനാമിക് മോഡൽസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന രണ്ട് മോഡൽസും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കോ ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിൽ. These models include these models include these models include lagged values. These models include lagged values of quantity demand and income, quantity demand, income influencing present demand. Influencing present demand. Price എഴുതിക്കോട്ടെ, price, quantity demand and income influencing present demand. ഇനി നമ്മൾ പറഞ്ഞു പാസ്റ്റ് പീരീഡ് കൺസംഷൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ജനറലി ഒന്ന് ആലോചിച്ച് നോക്കുക, റീസെന്റ് പാസ്റ്റിലുള്ള കൺസംഷൻ ഹാബിറ്റ്സ് ആണോ നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കുറെ പാസ്റ്റിലുള്ള ഹാബിറ്റ് ആണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കുറെ പാസ്റ്റിലുള്ള കൺസംഷൻ ഹാബിറ്റ് ആണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആലോചിച്ചു റീസെന്റ് പാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം 1 വർഷം എന്ന് പറയുന്നത് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പുള്ള നമ്മുടെ കൺസംഷൻ ഹാബിറ്റ് ആയിരിക്കോ, റീസെന്റ് പാസ്റ്റിലുള്ള കൺസംഷൻ ഹാബിറ്റ് ആയിരിക്കും നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? റീസെന്റ് പാസ്റ്റ് അല്ലേ? നമ്മളുടെ മനസ്സിൽ 20 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണോ ഈ പറയുന്ന മുന്നിട്ട് നിൽക്കുന്നത്, അതോ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന കാര്യമായിരിക്കോ എപ്പോഴും നിൽക്കുന്നത്? അപ്പൊ നിങ്ങൾ പറയും, അന്ന് എന്നോട് അയാൾ പറഞ്ഞത് 20 കൊല്ലം അല്ല 50 കൊല്ലം മുമ്പത്തെ കാര്യമാണെങ്കിലും ഞാൻ ഓർത്തിരിക്കുന്നത് പറയും. പക്ഷെ എന്നാലും നമുക്ക്
ഓക്കെ, പാസ്റ്റ് പീരീഡ്. അതിങ്ങനെ എഴുതിക്കോ. പാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. റീസെന്റ് പാസ്റ്റും ഉണ്ട്, റിമോട്ട് പാസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ റീസെന്റ് പാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എഴുതിക്കോ. റീസെന്റ് പാസ്റ്റ് ഹാസ് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് on current demand. Remote past has lesser influence on current demand. Remote past has lesser influence on current demand. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ എഴുതിക്കോ. കറണ്ട് പർച്ചേസിംഗ് ഡിസിഷൻ. ഇതൊക്കെ ഒരു ചെറിയ വൺ ലൈനർ പോലെ എഴുതിയാൽ മതിയെ. കറണ്ട് പർച്ചേസിംഗ് ഡിസിഷൻ. കാരണം ഇത് നമ്മളുടെ ഒറിജിനൽ മോഡൽ അല്ല, പക്ഷെ ഈ മോഡലുകളിലൊക്കെ തന്നെ കണ്ടുവരുന്ന കുറച്ച് ജനറൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. നമ്മൾ മോഡലിലേക്ക് പോയിട്ടില്ല. ഓക്കെ, അടുത്തത് കറണ്ട് പർച്ചേസിംഗ് ഡിസിഷൻ. കറണ്ട് പർച്ചേസിംഗ് decision is a function of ഒന്ന് past behavior it is also a function of past income, പാസ്റ്റ് ഡിമാൻഡ്. അതായത് പഴയ ഇൻകവും പഴയ ഡിമാൻഡും ഒക്കെ കറണ്ട് പർച്ചേസിംഗ് ഡിസിഷനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏത് മോഡലില്? ഡൈനാമിക് ഡിമാൻഡ് വേർഷനിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിൽ. ഫോർ എക്സാമ്പിൾ demand for durable goods. Demand for durable goods. Example, TV, fridge. Depends on past purchases. Which is a stock. Demand for durable goods. Example, TV, fridge depends on past purchases, which is a stock. Demand for non-durables. Example, food, tobacco, liquor ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. Depends on past purchase, which is a habit. Okay, അടുത്ത എഴുതിക്കോ. Current demand is a function more of recent past. ഈ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കൂടുതലും
കറണ്ട് ഡിമാൻഡ് അഫക്റ്റഡ് ആവുന്നത്. കറണ്ട് ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് മോർ ഓഫ് റീസെന്റ് പാസ്റ്റ്. ഓക്കെ, ഇനി ഒരു ജനറൽ ഫോം എഴുതിക്കോ, ഒരു ഫോർമുല, ജനറൽ ഫോം ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ. ജനറൽ ഫോം ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് അറ്റ് എ പീരീഡ് ടൈം, ടി എന്ന് പറയുന്നത് ടൈം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ എഴുതാത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് അറ്റ് പ്രസന്റ് ടൈം പീരീഡ് എന്നുള്ളതാണ് ടി കാണിക്കുന്നത്. ടി ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എക്സ് അറ്റ് പ്രസന്റ് ടൈം പീരീഡ്, പ്രൈസ് ഓഫ് എക്സ് അറ്റ് പ്രീവിയസ് ടൈം പീരീഡ്, അതായത് ടി മൈനസ് വൺ എന്ന് വെച്ചാൽ പഴയ പീരീഡ്, അതുപോലെ തന്നെ ഡോട്ട് 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 ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് ഇൻ ദ പ്രീവിയസ് ടൈം പീരീഡ്, കോമ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് അതിനേക്കാളും പഴയ ടൈം പീരീഡ്, അതായത് പാസ്റ്റ് പ്രീവിയസ് ടൈം പീരീഡ് ടി മൈനസ് ടു, കോമ ഡോട്ട് 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 ഇൻകം അറ്റ് ദ പ്രസന്റ് ടൈം പീരീഡ് ടി, income in the previous time period t minus 1. ഓക്കെ, ഇത് ഒരു ജനറൽ ഫോം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് പ്രസന്റ് ടൈം പീരീഡ്, അതായത് ഇന്ന് ഞാൻ മേടിക്കുന്നു, അതായത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബറിൽ ഞാൻ മേടിക്കുകയാണെങ്കിൽ, നവംബർ ഇന്നേ ദിവസം മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇന്നത്തെ പ്രൈസ്. ഓക്കെ, പ്രൈസ് ഓവർ പ്രീവിയസ് ടൈം പീരീഡ്, അതായത് നേരത്തെ പ്രൈസും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ടൈം പീരീഡ്. ഇനി അത് മാത്രമാണോ? അല്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വീണ്ടും കണക്ഷൻ പോയോ? കേൾക്കാം. ഓക്കെ, ക്യു എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് പ്രീവിയസ് ടൈം പീരീഡ്, നേരത്തെ മേടിച്ച ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ അതിനേക്കാൾ മുന്നേ മേടിച്ച ടൈം പീരീഡ്. ഓക്കെ, അതും ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇനി വൈ ടി എന്ന് പറയുന്നത് ഇൻകം, ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഇൻകം, ഈ പ്രസന്റ് ടൈമിലുള്ള ടി എന്ന് പറയുന്നത് പ്രസന്റ് ടൈം, ഇന്ന് എൻ്റെ കയ്യിലുള്ള ഇൻകം, എൻ്റെ ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇൻകം, ചേഞ്ച് ഇൻ ഇൻകം, അതായത് വൈ ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻകം, അതായത് വൈ ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ടൈം പീരീഡിലുള്ള എൻ്റെ ഇൻകം. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഈ പറയുന്ന എൻ്റെ പ്രസന്റ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏത് മോഡൽ പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിന്റെ ഒരു ജനറൽ ഫോം പറയുന്നത്. ഇത്ര ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഒരു ജനറൽ വേർഷൻ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രസന്റ് ടൈം പീരീഡിലെ ഒരു പ്രോഡക്റ്റിന്റെ കൺസംഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ എന്തൊക്കെയാ? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ പ്രസന്റ് ടൈം പീരീഡ്, പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ പ്രീവിയസ് ടൈം പീരീഡ് ടി മൈനസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള പ്രൈസ്, ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ഇൻ ദ പ്രീവിയസ് ടൈം പീരീഡ്. കാരണം അതൊക്കെ ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആവാം. ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ അത് നമ്മളെ സ്റ്റോക്കായി, നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ അത് നമ്മുടെ ഹാബിറ്റ് ആയി. അപ്പൊ നമ്മൾ നേരത്തെ മേടിച്ച ആ പ്രോഡക്റ്റിന്റെ കൺസംഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഇപ്പോഴത്തെ ഡിമാൻഡിനെ ബാധിക്കും. കാരണം അതൊരു നമ്മളുടെ വീട്ടിൽ ഒന്നിലും സ്റ്റോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്, ടി വി ഫ്രിഡ്ജ് ഒക്കെ അത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യില്ല. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഇൻകം, നമ്മളുടെ പ്രീവിയസ് ഇൻകം, അല്ലെങ്കിൽ ആ ടി മൈനസ് വൺ പീരീഡിലുള്ള ഇൻകം, ഇതൊക്കെ നമ്മളുടെ ഒരു പ്രസന്റ് കൺസംഷനെ ബാധിക്കും എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിന്റെ ഒരു ജനറൽ ഫോം പറയുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? യെസ്. വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്, അത് സെൽഫ് എക്സ്പ്ലാനേറ്ററി ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്, നെർലോവിന്റെ മോഡല്. അപ്പൊ നമ്മൾ ഈ ഡൈനാമിക് ഡിമാൻഡ് വേർഷനിലെ തന്നെ ഒരു മോഡലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ, നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് എഴുതിക്കോ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ.
സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ ബൈ നെർലോ. ബൈ നെർലോ. NERLOV. ഓക്കെ ആണോ? എഴുതിയോ? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ ബൈ നെർലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഹുത്തേക്കർ എന്ന് പറഞ്ഞൊരാളുടെ മോഡലും ഉണ്ട്. ഹുത്തേക്കർ ഏതായാലും കുഴപ്പമില്ല. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ നെർലോവിന്റെ. ഇത് ബേസിക്കലി ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് കേട്ടിരിക്കാതെ. ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ നമുക്ക് ഒറ്റയടിക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ചില ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിൽ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കല്യാണ ഓഡിറ്റോറിയം എന്ന് വിചാരിക്കുക. അവിടെ കുറച്ച് കസേരകൾ വേണമെന്ന് വിചാരിക്കുക. ഞാനിത് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. അപ്പൊ കുറച്ച് കസേരകൾ വേണമെന്ന് വിചാരിക്കുക. അപ്പൊ ബേസിക്കലി രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, അയാൾ ഈ പറയുന്ന ഒരുപാട് പൈസ ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കസേരകളും ഇപ്പോൾ ഒരു 500 കസേരയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ആ 500 കസേരയും അയാൾക്ക് ഒറ്റയടിക്ക് ഈ പറയുന്ന മേടിച്ചിടാം. പക്ഷേ ഈ പറയുന്ന ഒരു ഒരു കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. ആ സമയത്താണ് അയാൾ ഈ പറയുന്ന ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പൊ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ പറയുന്ന കസേരകൾ മേടിക്കില്ല. അയാളുടെ ഇൻകം വരാൻ നേരത്ത് ആ ഇൻകത്തിന്റെ ഒരു പ്രപ്പോർഷൻ അയാൾ മാറ്റി വെച്ചിട്ട് അയാൾ ഓരോ തവണയും ഈ ഡ്യൂറബിൾ ഗുഡ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ? അതായത് സാധാരണഗതിയിൽ ഒരു കൺസ്യൂമറിന്റെ എല്ലാ ഡ്യൂറബിൾ ഗുഡ്സും കൂടെയും ഈ പറയുന്ന ഒരുമിച്ച് മേടിക്കാനുള്ള ഒരു ഇൻകം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ, ഒരു TV. ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് നിങ്ങൾ പയ്യെ അല്ലേ മിക്കവാറും ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എബവ് ആവറേജ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു മൈക്രോവേവ് ഓവൻ, അത് നിങ്ങൾ മേടിക്കണമെന്ന് ഈ പറയുന്ന വീട്ടിൽ പറയാൻ നേരത്തെ ചിലപ്പോൾ വീട്ടിലുള്ളവർ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് അടുത്ത വർഷത്തേക്ക് ചെയ്യാമെന്ന് പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന ഓവൻ വേണ്ട, ഇപ്പൊ ഒരു ഡിഷ് വാഷർ, അതൊക്കെ ഒരു ലോങ് ടേം പ്ലാൻ ആയിരിക്കും. ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു സാധനമായിരിക്കില്ല, അല്ലേ? നിങ്ങൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ എന്ത് സാധനം മേടിക്കുന്നത്? ഒരു ഡിഷ് വാഷർ, മൈക്രോവേവ് ഓവൻ, അതുപോലെ തന്നെ വലിയ ഈ പറയുന്ന ഇച്ചിരി ഇൻകം അതായത് പ്രൈസി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ. ഇപ്പൊ കാറ് മേടിക്കുന്നത്, ഇപ്പൊ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ കാറ് മേടിക്കുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ ഒരു ഓവർ ടൈം പീരീഡ് ആയിരിക്കും ഈ പറയുന്ന കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഈ പറയുന്ന ഈ പ്രോഡക്ട്സ് ഒന്നും ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അതായത് അയാൾക്ക് വേണ്ട ഒരു സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ആ പഴയ എക്സാമ്പിളിലേക്ക് പോവാം. അയാൾക്ക് വേണ്ടത് 500 കസേരയാണ്. ഈ 500 കസേരയും ഈ പറയുന്ന, അതാണ് അയാളുടെ ഈ പറയുന്ന ഡിസൈർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. അതായത് അയാൾക്ക് വേണ്ടത് 500 കസേരയാണ്. പക്ഷെ അയാൾ മേടിക്കുന്ന കസേര എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടലി അയാൾക്ക് ആവശ്യമുള്ള കസേരയുടെയും ഈ പറയുന്ന ആക്ച്വലി അയാൾ മേടിച്ച കസേരയുടെയും ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രപ്പോർഷൻ ആയിരിക്കും അയാൾ ആക്ച്വലി മേടിക്കുന്നത്. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ വിചാരിക്കുക, ഒരു 500 കസേര അയാൾക്ക് വേണം. 500 കസേര അയാൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഈ 500 കസേരയും ചിലപ്പോൾ മേടിക്കാൻ സാധ്യതയില്ല. അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ടോട്ടൽ കസേര, അതായത് ഡിസൈർഡ് സ്റ്റോക്കിന്റെ ഒരു ചെറിയ പ്രപ്പോർഷൻ ആയിരിക്കും ഓരോ തവണയും ഈ പറയുന്ന മേടിച്ച് അക്യുമുലേറ്റ് ചെയ്തായിരിക്കും ആ ഫൈനൽ ഡിസൈർഡ് സ്റ്റോക്കിലേക്ക് എത്തുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് ഈ പറയുന്ന TV വേണം, ഫ്രിഡ്ജ് വേണം, എയർ കണ്ടീഷണർ വേണം, മൈക്രോവേവ് ഓവൻ വേണം, ഡിഷ് വാഷർ വേണം, വീട്ടിൽ കാറ് വേണം, ഒരു കാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാ ഇപ്പൊ മറ്റേ നമ്മുടെ എയർ ഫ്രയർ വേണം. ഇതെല്ലാം വേണം നമുക്ക്.
പക്ഷേ നിങ്ങളിത് ഡിമാൻഡ് ചെയ്യാൻ നേരത്ത് ഞാൻ പറയുന്ന ഇത്രയും കാര്യമുള്ളൂ, അല്ലെങ്കിൽ നെർലോവിന്റെ മോഡൽ പറയുന്ന ഇത്രയും കാര്യമുള്ളൂ, ഇതെല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ച് മേടിക്കില്ല. കാരണം നിങ്ങളുടെ കൺസ്യൂമർ എന്ന നിലയിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും നിങ്ങൾ ഇതെല്ലാം മേടിക്കുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് മീറ്റ് ചെയ്യും. നീഡ്സ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, ഒരു ടി വി എന്ന് പറയുന്നതും അത്യാവശ്യമാണ്, ഓക്കെ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും അത് ഈ പറയുന്ന നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ നോക്കാൻ നേരത്ത് പയ്യെ പയ്യെ ആയിരിക്കും നമ്മൾ ആ സാധനങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്ത് മേടിക്കുന്നത്. അപ്പോൾ ഒരു ഡിസയേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 500 കസേരയായി. ഈ ഫാമിലിയുടെ കേസിൽ അതെന്ന് പറയുന്നത് ഈ എല്ലാ ഡ്യൂറബിൾ ഗുഡ്സും ആണ് ഡിസയേർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസയേർഡ് സാധനം മൊത്തം ഒരുമിച്ച് മേടിക്കാൻ പറ്റില്ല, കാരണം കൺസ്യൂമറിന് അത്ര ഇൻകം ഇല്ല, ബഡ്ജറ്റ് ഇല്ല. അപ്പൊ അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും അയാളുടെ ഇൻകം വരാൻ നേരത്ത് കുറച്ച് ആ ഇൻകത്തിന്റെ ഒരു ആ പ്രപ്പോർഷൻ അയാൾ ഈ പറയുന്ന പുതിയ ഗുഡ്സ് മേടിച്ചോണ്ടേയിരിക്കും. നമ്മൾ ആ ഓഡിറ്റോറിയത്തിന്റെ കേസിൽ അയാൾക്ക് വേണ്ട 500 കസേര ആണെങ്കിൽ 500 കസേര അയാൾ ഒരുമിച്ച് മേടിക്കില്ല, അയാൾ കുറച്ച് കസേര മേടിക്കും ഇനീഷ്യലി. അത് കഴിഞ്ഞിട്ട് ഇൻകം വരുമ്പോൾ ആ ഇൻകത്തിന്റെ ഒരു പ്രപ്പോർഷൻ, ഇവിടെ കെ എന്ന് പറയുന്നതാണ് പ്രപ്പോർഷൻ. അത് എന്ത് വേണേലും ആവാം, എഫ് എന്നുള്ളതാവാം, ജി ആവാം, ലാംഡ ആവാം. അപ്പൊ ആ പ്രപ്പോർഷൻ പറയുന്നതാണ് കെ നമ്മളുടെ ഈ കേസിൽ. അപ്പൊ ആ ഇൻകത്തിന്റെ ഒരു പ്രപ്പോർഷൻ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കസേര മേടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി നെർലോവിന്റെ മോഡൽ പറയുന്നത്. അതിനാണ് നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പൾ. സ്റ്റോക്ക് നമ്മൾ പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിസയേർഡ് സ്റ്റോക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 500 കസേര എന്നുള്ളതാണ് നമ്മുടെ ഡിസൈഡ് സ്റ്റോക്ക്. അതിലേക്ക് നമ്മൾ ഓരോ തവണയും നമ്മളുടെ ഇൻകം കൂടുമ്പോൾ കുറച്ച് പൈസ മാറ്റി വെച്ച് നമ്മൾ ആ കസേരകൾ മേടിച്ചുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ ഓഫ് നെർലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ, ഇതാണ് ബേസിക് ഐഡിയ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതിക്കേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതിക്കേ. This model explains or examines the demand for durables ആണോ നോൺ ഡ്യൂറബിൾസ് ആണോ? ഡ്യൂറബിൾസ്. ഓക്കെ, ഡ്യൂറബിൾസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്. അതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഫോം ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജനറൽ ഫോം ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ജനറൽ ഫോം ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ QT, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് പ്രസന്റ് ടൈം പീരീഡ്. Quantity demanded at present time period is a function of AYT plus A2 QT minus 1. A1 YT plus A2 QT minus 1. ഇവിടെ QT എന്തായിരിക്കും? കറണ്ട് ടൈം പീരീഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഡിമാൻഡ് അറ്റ് പ്രസന്റ് ടൈം പീരീഡ്. കറണ്ട് ഡിമാൻഡ് അറ്റ് ടൈം പീരീഡ് T. ഓക്കെ, YT എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് ഇൻകം. QT minus 1 പാസ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, പാസ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ പാസ്റ്റ് ഡിമാൻഡ്. വെരി ഗുഡ്, പാസ്റ്റ് ഡിമാൻഡ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. QT is equal to AYT plus A2 QT minus 1. ഈ A1 എന്തായിരിക്കും? ബേസിക്കലി A1 ഉം A2 അല്ല എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ലെന്ന് വിചാരിക്കുക. ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അഡ്ജസ്റ്റഡ് ആകുന്ന ഒരു അത്ര ഒന്നും പോണ്ട.
ബേസിക്കലി നമ്മൾ ഈ Coefficient rate. ഈ എ പ്ലസ് ബി വൈ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എ പ്ലസ് ബി വൈ ഏത് ഇക്വേഷനാ? Demand. linear then. എ പ്ലസ് ബി വൈ ഏതിലായിരുന്നു? എ പ്ലസ് ബി വൈ കൺസംഷൻ ഫംഗ്ഷനിലല്ലേ എ പ്ലസ് ബി വൈ? കൺസംഷൻ ഫംഗ്ഷൻ. എ എന്തായിരുന്നു? Autonomous consumption. ബി എന്തായിരുന്നു? MPC. MPC. Proportion of income. ഓക്കെ. പ്രപ്പോർഷൻ ഓഫ് ഇൻകം Spend സ്പെൻഡ് ഓൺ കൺസംഷൻ വെൻ ഇൻകം Consumption. ചേഞ്ചസ്. അതായത് ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ എന്തോരം പ്രപ്പോർഷൻ ആണ്? അത് എം പി സി, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ബി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലെ? ഇൻകം കൂടാൻ നേരത്ത് അതിന്റെ എന്തോരം ശതമാനമാണ് കൺസംഷനിലേക്ക് മാറ്റി വെക്കുന്നത് എന്നുള്ളതാണ് ബി കാണിക്കുന്നത്. നമ്മളത് പഠിക്കുവേ, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ ഈ ബി, അവിടുത്തെ ബി ഇല്ലേ എന്ന് പറഞ്ഞാലാണ് ഇവിടുത്തെ A1 എന്ന് പറയുന്നത്. അതായത് വൈ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകവും കൺസംഷൻ ഉപയോഗിക്കില്ല, അതിന്റെ ഒരു പ്രപ്പോർഷൻ ആയിരിക്കും ഈ പറയുന്ന നമ്മള് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പ്രപ്പോർഷനെയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് കാണിക്കുന്നത്, ഈ A1ഉം A2ഉമായിട്ട് കാണിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. പ്രപ്പോർഷനെയാണ് നമ്മൾ A1ഉം A2 ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ ഒരു ഒരു കാര്യം കൂടെ എഴുതിക്കോ. ഡെറിവേഷൻ. ഞാൻ എല്ലാത്തിനെയും ഡെറിവേഷൻ തരുന്നില്ല. ഇതിന്റെ ഡെറിവേഷൻ തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കെ എന്താന്നുള്ളത് കാണിച്ചു തന്നെ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഡെറിവേഷൻ. ഓക്കെ. ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ്. ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ഇങ്ങനെ എഴുതിക്കോ. ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ക്യൂ സ്റ്റാർ ടി. അതായത് ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സാമ്പിളിൽ ഇത് എന്തായിരുന്നു എന്ന് വല്ലതും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഓഡിറ്റോറിയത്തിന്റെ കേസിൽ എന്തായിരുന്നു? 500 കസേര. വെരി ഗുഡ്. 500 കസേര 500 കസേര. അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ. അപ്പൊ ആ ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് എന്ന് പറയുന്നത് നെർലോവ് പറയുന്നത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഇൻകം എന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് ആദ്യത്തെ പാർട്ട്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഡിസൈഡ് ലെവൽ ഓഫ് കസേര അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഡക്ട്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം അറ്റ് കറണ്ട് ടൈം പീരീഡ്. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒറ്റയടിക്ക് ഇത് മൊത്തം മേടിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് കൺസ്യൂമറിന് അത്ര ഇൻകം കയ്യിലുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇതൊന്ന് എഴുതിക്കോ. കൺസ്യൂമർ കനോട്ട് ഇമ്മീഡിയറ്റ്ലി അക്വയർ ദ ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ്. കൺസ്യൂമർ കനോട്ട് immediately acquire the desired level of durables. Due to limited income. Due to limited income and credit limitations. Each period a part is attained. That is, each period additional stock of durables comes closer to എന്താന്ന് പറയാൻ പറ്റുമോ? comes closer to Desired. desired capital. അതായത് Q star T. വെരി ഗുഡ്. Q star T. ഓക്കെ. Q star T. ഇങ്ങനെ എഴുതിക്കോ. assume each period each period
consumer purchases Q2 quantity. QT quantity. ഓക്കെ, ഇനി അടുത്ത ലൈനിൽ എഴുതിക്കോ QT minus 1 is the actual change. QT minus 1 is the actual change. അടുത്ത ലൈനിൽ എഴുതിക്കോ Q star T minus QT minus 1 is the desired change. Is the desired change. Is the desired change. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇങ്ങനെ എഴുതാം then QT minus QT minus 1 is equal to K. K എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. K ബ്രാക്കറ്റില് Q star T minus QT minus 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതായത് QT minus QT minus 1 എന്ന് പറയുന്നതാണ് ആക്ച്വൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ Q star T minus QT minus 1 എന്ന് പറയുന്നതാണ് ഡിസൈർഡ് ചേഞ്ച് എന്ന് പറയുന്നത്. ഡിസൈർഡ് ചേഞ്ച്. ഓക്കെ, K എന്ന് പറയുന്നതാണ് ആ ഡിസൈർഡ് ചേഞ്ചിന്റെ എന്തോരുമാണ്, എത്ര ഫ്രാക്ഷൻ ആണ് ആക്ച്വൽ ചേഞ്ച് ആയിട്ട് മാറുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് ആക്ച്വൽ ചേഞ്ച് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. 250 ഓക്കെ, ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഞാൻ നിങ്ങൾക്കൊന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇടുകയാണേ. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇവിടുത്തെ ഈ എക്സാമ്പിളിലെ മൊത്തം വേണ്ടത് 250 കസേരയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് പാസ്റ്റ് ആയിട്ട് നമ്മൾ മേടിച്ചത് എന്ന് പറയുന്നത് എത്ര കസേരയാ? QT minus 1 എന്ന് പറയുന്നത് 50 അല്ലേ? ഇനി നമുക്ക് എത്ര എണ്ണം വേണം അപ്പോ? 200. അതായത് നമുക്ക് മൊത്തം വേണ്ട കസേര എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഇങ്ങനെ ഇന്ന് നോക്കിയാൽ മതി. ഈ Q star T എന്ന് പറയുന്നത് എത്രയാ? 250 അല്ലേ? 250 കസേരയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പ്രീവിയസ് ടൈം പീരീഡിൽ നമ്മൾ മേടിച്ച കസേരയുടെ എണ്ണം എത്രയാ? 50. ഇനി ഞാൻ പറഞ്ഞു K എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. K എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു 250 കസേരയാണ് വേണ്ടത്, 50 കസേര ഓൾറെഡി മേടിച്ചു, അപ്പൊ 200 കസേരയാണ് ഇനി നമുക്ക് വേണ്ടത്. ഈ 200 കസേരയും ഒറ്റയടിക്ക് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇൻകം കൂടുന്നതിന് ഒരു ചെറിയ ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ആ ഫ്രാക്ഷൻ ആണ് K എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.25 ആണെന്ന് വിചാരിക്കുക. ഇറ്റ് വിൽ ബി എ നമ്പർ ലൈങ് ബിറ്റ്വീൻ 0 and 1 എന്നാണ്. K എന്ന് പറയുന്നത് നമ്മളുടെ FPC പോലെ ഇറ്റ് വിൽ ബി എ നമ്പർ ലൈങ് ബിറ്റ്വീൻ 0 and 1. അപ്പൊ നമുക്ക് വിചാരിക്കാം
1/4 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1/4 ഇൻറ്റു എത്ര വരും? 200 അല്ലേ? അതെത്രയാ? 50. ഇനി QT എത്രയാ? QT എന്ന് പറയുന്നത് നമുക്കറിയില്ല. QT ഈസ് ഈക്വൽ ടു ഈ QT മൈനസ് 1 എത്രയാ? ഈ QT മൈനസ് 1 50. 50. അപ്പൊ ഞാൻ ഈ 50നെ ഇങ്ങോട്ട് എടുക്കുകയാണ്, അതായത് RHSലേക്ക് എടുക്കുകയാണ്. അപ്പോ QT ഈസ് ഈക്വൽ ടു 50 പ്ലസ് 50. അപ്പൊ ആക്ച്വൽ ചേഞ്ച് എത്രയാ? 100. 100. അപ്പൊ QT ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. ആക്ച്വൽ ചേഞ്ച് ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. ഇനി നിങ്ങൾ ഇത്ര ഒന്നും ആലോചിക്കണ്ട കേട്ടോ, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഈ K എന്ന് പറയുന്ന സാധനം, അതായത് നമുക്ക് വേണ്ടത് ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞേ. ഹലോ, കേക്കാവോ? എന്താ ടീച്ചർ പറഞ്ഞേ? വോയിസ് ബ്രേക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ എന്താ പറയാൻ ശ്രമിച്ചതെന്ന് വെച്ചാല്, നമുക്ക് ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കണക്കും കാര്യങ്ങളും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വരാൻ സാധ്യത വളരെ കുറവാണ്, വരില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ Q സ്റ്റാർ T മൈനസ് QT മൈനസ് 1 നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ, നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. 500 എന്ന് പറയുന്ന എക്സാമ്പിൾ, നമ്മളുടെ ഡിസൈഡ് ലെവൽ ഓഫ് കസേരാസ് ചെയേഴ്സ് എന്ന് പറയുന്നത് 500 ആണ്. നമ്മൾ മേടിച്ച, ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഉള്ള കസേര, നേരത്തെ മേടിച്ച ടൈം പീരീഡിലുള്ള കസേര എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നമുക്കിനി എത്രയും കൂടെ വേണം? ബാക്കി 400. ഈ 400 നമ്മൾ ഈ പറയുന്ന ഇന്ന് തന്നെ മേടിക്കാൻ പറ്റുമോ? മേടിക്കോ? നമ്മൾ 400 ഇന്ന് തന്നെ മേടിക്കോ? മേടിക്കാൻ സാധ്യത വളരെ കുറവാണ്. K is equal to 1 ആണെങ്കിൽ മേടിക്കും, പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. നമ്മൾ അതിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് എപ്പോഴും നമ്മളുടെ ഇൻകം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടേ മേടിക്കുള്ളൂ. അപ്പൊ ഈ K എന്ന് പറയുന്ന നമ്പർ ഈ പറയുന്ന 1/2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കസേര മേടിക്കും? 250. 200 കസേരാസ് മേടിക്കും. ഓക്കെ, അപ്പൊ ഈ Kയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന കസേരയുടെ എണ്ണം കൂട്ടും. അപ്പൊ K is a fraction lying in between 0 and 1. ഓക്കെ, ആ K ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാണിച്ചത്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. K എന്ന് പറയുന്ന സാധനമുണ്ട്. ആ K എന്ന് പറയുന്ന സാധനത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഡിസയേർഡ് സ്റ്റോക്കിലേക്ക് ഓരോ തവണയും ഇൻക്രീസ് ചെയ്തെത്തുന്നത്. അതായത് നമ്മുടെ MPC പോലെ തന്നെ ഒരു വാല്യൂ. ഓക്കെ, ഇൻകം കൂടാനത്തെ എന്തോരം നമ്മൾ കൺസംഷൻ കൂട്ടും എന്ന് പറയുന്ന പോലെയാണ് ഈ K എന്ന് പറയുന്ന വാല്യൂ. ആ K എന്ന് പറയുന്ന വാല്യൂവിനനുസരിച്ചിരിക്കും നമ്മൾ ഓരോ തവണയും ആ ഡിസൈർഡ് സ്റ്റോക്കിലേക്ക് ഈ പറയുന്ന നമ്മൾ എന്തോരം കൂട്ടുന്നുള്ള അനുസരിച്ചിരിക്കുന്നത്. നമ്മളുടെ തിയറിയുടെ ഹെഡിങ് തന്നെ എന്തായിരുന്നു? അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്? സ്റ്റോക്ക് ഓരോ തവണയും അഡ്ജസ്റ്റ് ചെയ്ത് ആ ഡിസൈർഡ് സ്റ്റോക്കിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഡിസൈർഡ് സ്റ്റോക്കിലേക്ക് എന്തോരം കൊണ്ടുവരണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എന്തിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? K എന്ന് പറയുന്ന ആ വാല്യൂവിനനുസരിച്ചിരിക്കും. K ഈ പറയുന്ന കൂടുന്തോറും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. Kയുടെ വാല്യൂ കുറയും തോറും അഡ്ജസ്റ്റ്മെന്റ് പയ്യെ ആക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി മെർലോവിന്റെ മോഡല് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിന്റെ നോട്ട് നമുക്ക് നാളെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയത് നിങ്ങളുടെ തലയിൽ ഒന്നിരിക്കട്ടെ. ഇതിന്റെ നോട്ട് നമുക്ക് നാളെ എഴുതാം. ഓക്കെ, എന്തെങ്കിലും പറ. ഓക്കെ സാർ. ഓക്കെ. സർ, Kയുടെ വാല്യൂ കുറയും തോറും അഡ്ജസ്റ്റ്മെന്റ്
പതിയാവും എന്നല്ലേ പറഞ്ഞത്? 1/. 1/4 അല്ല, കെയുടെ വാല്യൂ കൂടുന്തോറും അഡ്ജസ്റ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ മേടിക്കും. അതായത് ഒറ്റ മിനിറ്റ് 1ലേക്ക് എത്തുമ്പോഴത്തേക്കും മാക്സിമത്തിലാവും. മാക്സിമത്തിലാവും. ഓക്കെ. കെയുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ 1/4 എന്നുള്ളത് എടുക്കണ്ട ടീച്ചർ. 1/4 എന്നുള്ളത് എത്ര? 0.25. 0.25, 0.5, 0.75 1ലേക്ക് എത്തും തോറും നമ്മൾ കൂടുതൽ മേടിച്ചുകൊണ്ടിരിക്കും. ചോദിക്കൂല നിങ്ങളുടെ അടുത്ത് ഇത് കെ ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1 എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുള്ളൂ. MPC is a number lying in between 0 and 1. നെർലോവിന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചേക്കണത്. ഓക്കെ, ഇത്രയും കട്ടിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് ബാക്കി നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, Thank you, sir. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. Thank you, sir. നാളെ ക്ലാസ് ടൈമിംഗ് എങ്ങനെ ഇരിക്കും സാർ?